സമൃദ്ധിയെ തകർക്കാനുള്ള നീക്കമാണെങ്കിൽ അത് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. കാരണം നിങ്ങൾ ഓർത്തു നോക്കൂ, കൊച്ചി പോലൊരു നഗരത്തിലേക്ക് ഒരു ദിവസം എത്ര ആളുകളാണ് വരുന്നത്? അതുപോലൊരു മഹാനഗരത്തിൽ നമുക്ക് 3 നേരം ഭക്ഷണം കഴിക്കണമെങ്കിൽ എത്ര രൂപ ചെലവാകും? അങ്ങനെ ഒരു ചോദ്യത്തിൽ നിന്നാണ് സമൃദ്ധി എന്ന ആശയം കൊച്ചി കോർപ്പറേഷൻ രൂപപ്പെടുത്തിയെടുക്കുന്നത്. അത് പിന്നീട് പ്രാവർത്തികമാകുന്നത് നമ്മൾ കണ്ടതാണ്. വീണ്ടും കൂടുതൽ ഇടങ്ങളിലേക്ക് ആ പദ്ധതി സമൃദ്ധി ക്യാൻറ്റീനുകൾ വ്യാപിപ്പിക്കാൻ തുടങ്ങുന്ന സമയത്താണ് അവിടെ ഇലക്ഷൻ വന്നത്. ഇപ്പോൾ ആ ഭരണസമിതി അധികാരത്തിൽ നിന്ന് മാറേണ്ടി വന്നത്. പുതിയ ഭരണസമിതി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വന്നിരിക്കുകയാണ്. അവരെ സംബന്ധിച്ച് അവർ പറയുന്നത് ഇനി ഇന്ദിരാ ക്യാൻറ്റീൻ എന്ന് പറയുന്ന പദ്ധതി ഈ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെയൊക്കെ CSR ഫണ്ടിന്റെ ഒക്കെ സഹായത്തോടു കൂടി നടപ്പിലാക്കും എന്നതാണ്. അത് എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഇവർ ഈ പറയുന്നത് പോലെ 10 രൂപയ്ക്കും മറ്റും എല്ലാ നേരവും ഭക്ഷണം കൊടുക്കുക പ്രായോഗികമാണോ എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം നിൽക്കുകയാണ്. ഇപ്പോൾ കയ്യടിക്ക് വേണ്ടി അങ്ങനെ പലതും പ്രഖ്യാപിക്കാം. പക്ഷേ അങ്ങനെ കയ്യടിക്ക് വേണ്ടി പ്രഖ്യാപിച്ച് കഴിയുമ്പോൾ മറുഭാഗത്ത് നിൽക്കുന്ന സമൃദ്ധി ഇല്ലാതായി കഴിഞ്ഞാൽ, ഈ CSR ഫണ്ടുകൾ തീർന്നു കഴിയുമ്പോൾ ഇവർ ഈ ഇന്ദിരാ ക്യാൻറ്റീൻ എന്തു ചെയ്യും എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത്. ആ ചോദ്യത്തിന് അർച്ചന നമ്മളോട് ഉത്തരം പറയും. അർച്ചന ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. അർച്ചന, ഗുഡ് മോർണിംഗ്. കൊച്ചിയിലെത്തുന്ന മനുഷ്യർക്ക് ഏറ്റവും ആശ്വാസകരമായിരുന്നു സമൃദ്ധി എന്ന് പറയുന്ന ക്യാൻറ്റീനുകൾ. വളരെ ചെറിയ പൈസയ്ക്ക് മികവാർന്ന ഭക്ഷണം ലഭിക്കും എന്നതായിരുന്നല്ലോ പ്രത്യേകത. ഇപ്പോൾ ഇന്ദിരാ ക്യാൻറ്റീൻ പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ കോർപ്പറേഷൻ സമൃദ്ധിയെ ഇല്ലാതാക്കുകയാണോ? അവരുടെ ഉദ്ദേശം എന്താണ്? അവരുടെ ലക്ഷ്യം എന്താണ്? അവർ ഇന്ദിരാ ക്യാൻറ്റീൻ പദ്ധതിയെക്കുറിച്ച് പറയുന്നത് എന്താണ്? മനു, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, സമൃദ്ധി കേരളത്തിന്റെ അഭിമാനമായ പദ്ധതിയാണ്. മാത്രമല്ല വലിയ രീതിയിൽ അത് ജനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തതാണ്. കൊച്ചിയുടെ വിശപ്പകറ്റുകയൊക്കെ ചെയ്തതാണ്. ആ പദ്ധതിയെ തകർക്കുന്ന രീതിയിലാണ് UDF ഭരണസമിതിയുടെ പുതിയ നീക്കം. എന്താണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? ഇപ്പോൾ ഏറ്റവും പ്രധാനമായും ഒരു ഇന്ദിരാ ക്യാൻറ്റീൻ എന്ന പേരിലാണ് പുതിയ ഭരണസമിതി പദ്ധതി നടപ്പിലാക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായും ഇത്തരത്തിൽ ഈ 10 രൂപയ്ക്ക് രാവിലത്തെയും രാത്രിത്തെയും ഭക്ഷണം നൽകാനാണ് അവരുടെ വാഗ്ദാനം. ഇതിൽ പ്രധാനമായും ഇത്തരം ഒരു പദ്ധതി, അതായത് സമൃദ്ധി എന്ന പദ്ധതി വലിയ രീതിയിൽ അഭിമാനകരമായി മാറുന്നു. എന്നാൽ അതിനെ തകർക്കാനുള്ള നീക്കവുമായി മറ്റൊരു പേരുമായി മറ്റൊരു പദ്ധതി എന്താണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്? ഇതിനൊരു നല്ല ഉദ്ദേശമാണെങ്കിൽ തീർച്ചയായും സമൃദ്ധിയുമായി ചേർന്നത്, അത് സമൃദ്ധിയുടെ പേര് നശിപ്പിക്കാതെ അല്ലെങ്കിൽ സമൃദ്ധിയെ നശിപ്പിക്കാതെ തന്നെ ആ പദ്ധതി നടപ്പിലാക്കുക എന്തായിരുന്നു ചെയ്യേണ്ടിരുന്നത്. എന്നാൽ അങ്ങനെയല്ല ഇവിടെ ചെയ്തതെന്നാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പേരിട്ട് മറ്റൊരു പദ്ധതി നടപ്പിലാക്കുകയാണ്. അതായത് സമൃദ്ധി പൂർണ്ണമായും ഇല്ലാതാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്താണ് അതിൽ ഏറ്റവും നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതിനെതിരെ വലിയ വിമർശനങ്ങൾ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. കാരണം ഇത്രയും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു പദ്ധതിയാണ് സമൃദ്ധി. ആ പേര് ജനങ്ങൾക്ക് ഹൃദയത്തിൽ അടയാളപ്പെടുത്തിയതാണ്. ആ പേര് നശിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ പുതിയ പേരുമായി പുതിയ പദ്ധതിയുമായി UDF ഭരണസമിതി എത്തുന്നതെന്നാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തായാലും കൊച്ചിയിലും നഗരത്തിൽ 2 ഇടങ്ങളിലായിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ UDF ഭരണസമിതി ഒരുങ്ങുന്നത്. അതിനെതിരെയാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള വിമർശനം എത്തുന്നത്. കൊച്ചിയിലും നഗരത്തിൽ 2 ഇടങ്ങളിലായിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ UDF ഭരണസമിതി ഒരുങ്ങുന്നത്. അതിനെതിരെയാണ് ഇപ്പോൾ വലിയ രീതിയിലൊരു വിമർശനം എത്തുന്നത്. LDF ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. പ്രധാനമായും ഇതിനൊരു ഗൂഢ ലക്ഷ്യമുണ്ട് എന്ന് തന്നെയാണ് എല്ലാവരും ആരോപിക്കുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നു എന്താണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തായാലും കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ച് LDF നടപ്പിലാക്കിയ ഏറ്റവും അഭിമാനകരമായ പദ്ധതിയാണ്. മാത്രമല്ല ഒരുപാട് തൊഴിൽ അതായത് സ്ത്രീകൾക്ക് തൊഴിലവസരങ്ങൾ നൽകിയിട്ടുമുണ്ട്. അതായത് 10 സ്ത്രീകളിൽ തുടങ്ങിയതാണ് ഈ പദ്ധതി കുടുംബശ്രീയിലെ. ഇന്നത് 200-ലധികം തൊഴിലാളികളുടെ വർധനയായി, അതായത് സ്ത്രീകൾക്കുള്ള വരുമാന മാർഗമായി സമൃദ്ധി മാറിയിട്ടുണ്ട്. ഇവരുടെ എല്ലാം തന്നെ വയറ്റത്തടിക്കുന്ന ഒരു രീതിയിലേക്ക് ഈ നടപടി നീങ്ങിയാൽ അത് വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. കാരണം ഇപ്പോൾ തന്നെ സമൃദ്ധിയിൽ ആളുകളില്ലാത്തതിൻ്റെ പ്രശ്നങ്ങളെല്ലാം തന്നെ നേരിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതായത് ഫണ്ടിൻ്റെയും മറ്റ് പ്രതിസന്ധികളെല്ലാം തന്നെ നേരിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്ന ചില ആക്ഷേപങ്ങളും ആരോപണങ്ങളും നമ്മൾ പലയിടങ്ങളിലായി പരാതികളായി കേൾക്കുന്നുണ്ട്. എന്തായാലും അത്തരത്തിൽ ഈ സമൃദ്ധിയെ നശിപ്പിക്കാനുള്ള എന്തെങ്കിലും ഗൂഢ ലക്ഷ്യം പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇപ്പോൾ അതൊരു മുൻ ഭരണസമിതി തുടങ്ങിയതാണ്. പക്ഷേ അത് മനുഷ്യർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. ഒരു മുൻ ഭരണസമിതി തുടങ്ങി വെച്ച ഒരു നല്ല കാര്യം സാധാരണഗതിയിൽ അത് തുടർന്ന് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വമാണ് അതിന് തുടർച്ചയിൽ വരുന്ന മറ്റൊരു ഭരണസമിതി. അത് വേറൊരു രാഷ്ട്രീയ വിശ്വാസത്തിൽപ്പെട്ടവരായിരിക്കാം. പക്ഷേ പൊതുസമൂഹത്തോട് ഉത്തരവാദിത്തമുള്ളവരെന്ന നിലയിൽ ചെയ്യേണ്ടത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു പദ്ധതി അത് തുടർന്ന് കൊണ്ടുപോവുക എന്നതാണ്. പക്ഷേ ഇവിടെ അത് ഇല്ലാതാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ തകർത്തുകൊണ്ട് പകരം വേറൊരു സംവിധാനം കൊണ്ടുവരുന്നു. അത് എത്ര കാലം പോകും എന്ന് ഉറപ്പില്ലാത്ത തരത്തിൽ രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്ന ഒരു സംവിധാനം. അതാണ് ഇവിടുത്തെ പ്രശ്നമെന്ന് പറയുന്നത്.
തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ഇതിൻ്റെ രാഷ്ട്രീയ ഉദ്ദേശം എന്താണെന്നത് നമുക്ക് ഈ പേരിൽ തന്നെ വ്യക്തമാണ്. അതായത് സമൃദ്ധി എന്നത് യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയത്തിൻ്റെയോ അല്ലെങ്കിൽ ഒന്നിൻ്റെയോ മുതലെടുപ്പല്ല എന്ന് വ്യക്തമാണ്. കാരണം അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുക അല്ലെങ്കിൽ ജനങ്ങളുടെ വിശപ്പ് അകറ്റുക എന്ന ലക്ഷ്യത്തോടെ മാത്രം നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ്. അത് വലിയ രീതിയിൽ വ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ തന്നെ 3 ഇടങ്ങളിലായി കൊച്ചിയിലെ നഗരങ്ങളിൽ വിവിധ ഇടങ്ങളിലായി സമൃദ്ധി ഉണ്ട്. ഒന്ന് ഫോർട്ട് കൊച്ചിയിലും ഒപ്പം ഈ എറണാകുളം ടൗണിലും മറ്റൊന്ന് കടവന്ത്രയിലുമാണ്. ഇത്തരം 3 ഇടങ്ങളിലാണ് ഈ സമൃദ്ധി നിലവിൽ നടപ്പിലാക്കിയിരിക്കുന്നത്. അവിടെയെല്ലാം തന്നെ വലിയ വിജയമായി മാറുകയും ചെയ്തിട്ടുണ്ട്. കാരണം 20 രൂപയ്ക്ക് ഊണ് എന്നത് ഈ കാലത്ത് ഒരിടത്തും കിട്ടാത്തതാണ്. അത്രയും ചെറിയ പൈസയ്ക്ക് നല്ല ഭക്ഷണം ലഭിക്കുന്നു എന്നതാണ് സമൃദ്ധിയെ സംബന്ധിച്ച് ജനങ്ങൾ ഏറ്റെടുക്കാൻ കാരണം. നമുക്ക് അവിടുത്തെ തിരക്കെല്ലാം നമ്മൾ പലപ്പോഴായി റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അവിടുത്തെ വർധനവാണെങ്കിലും സ്ത്രീകളുടെ വരുമാന മാർഗമാണെങ്കിലും എല്ലാം തന്നെ നമ്മൾ പലപ്പോഴായി റിപ്പോർട്ട് ചെയ്തതാണ്. എന്നാൽ ഇതിലാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായും കൈവെക്കുന്നത് എന്താണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ മിനിമോൾ അടക്കം പറഞ്ഞിരുന്നത് അതായത് രാവിലെയും രാത്രിയും 10 മണിക്കും ഈ ഭക്ഷണം നൽകുമെന്നാണ്. അതൊരു വാഗ്ദാനം മാത്രമാണ്. കാരണം ഇത്തരമൊരു പദ്ധതി ഉണ്ടാകുമ്പോൾ തന്നെ അതിൽ എന്തെങ്കിലും ഇളവ് വരുത്തി അല്ലെങ്കിൽ അതിൽ ഇത്തരത്തിൽ 10 രൂപ അതായത് 20 രൂപയ്ക്ക് കൊടുത്തത് അവർക്ക് വേണമെങ്കിൽ 10 രൂപയ്ക്കാക്കാം. അത്തരം സംവിധാനങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ എന്തുകൊണ്ട് ഈ പദ്ധതിയെ ഇല്ലാതാക്കി മറ്റൊരു പദ്ധതി വരുന്നു എന്നാണ് അതിൽ ഏറ്റവും പ്രധാനമായും അതിൻ്റെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം കൂടി നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും രാഷ്ട്രീയ മുതലെടുപ്പാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് പലരും ഇപ്പോൾ രംഗത്തെത്തുന്നത്. എന്തായാലും ജനങ്ങൾ ഏറ്റെടുത്ത അല്ലെങ്കിൽ കേരളത്തിൻ്റെ തന്നെ അഭിമാനമായ പദ്ധതിയാണ് സമൃദ്ധി. LDF ഭരിച്ചിരുന്നപ്പോൾ ഏറ്റവും പ്രധാനമായും ആളുകളെല്ലാം തന്നെ എടുത്തു പറഞ്ഞൊരു പദ്ധതി കൂടിയാണ്. അതിനെതിരെയാണ് ഇപ്പോൾ കത്തിവെക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇത് പൊതുജനങ്ങൾ ഇതിനെ സംബന്ധിച്ച് വലിയ രീതിയിൽ വിമർശനങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. കാരണം അത്രമാത്രം ആളുകൾക്ക് ഉപകാരപ്രദമായ പദ്ധതിയാണ്. ജനങ്ങളുടെ വിശപ്പ് അകറ്റുക ആണ്. കൊച്ചിയിൽ ആരെത്തുമ്പോഴും ആദ്യം സമൃദ്ധി അന്വേഷിച്ച് പോകുന്ന ഒരു രീതിയിലേക്ക് ഈ കാഴ്ചകളെല്ലാം തന്നെ മാറിയിരുന്നു. ആ സമൃദ്ധിയെ കത്തിവെക്കുന്ന രീതിയിലേക്കാണ് മനു ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. ശരിയായാലും വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ സമൃദ്ധി എന്ന് പറയുന്ന കൊച്ചിയുടെ അഭിമാനമായിരുന്ന സാധാരണക്കാർക്ക് ആശ്രയമായിരുന്ന അതോടൊപ്പം തന്നെ കുടുംബശ്രീ വഴി ഒരുപാട് സ്ത്രീകൾക്ക് വരുമാനം ലഭിച്ചിരുന്ന ഒരു പദ്ധതി ഇല്ലാതാക്കാനുള്ള നീക്കത്തിലേക്ക് കൊച്ചി കോർപ്പറേഷൻ പോകുന്നു എന്നത് ഏറ്റവും സങ്കടകരം തന്നെയാണ്. ഏതായാലും അധികാരം ഏറ്റെടുത്ത് ദിവസങ്ങൾക്കുള്ളിൽ മറ്റെന്ത് ചെയ്തില്ലെങ്കിലും സമൃദ്ധി എന്ന് പറയുന്ന പദ്ധതിയെ തകർക്കാനുള്ള നീക്കങ്ങൾക്ക് കൊച്ചി കോർപ്പറേഷൻ തുടക്കമിട്ടിരിക്കുന്നു, കോൺഗ്രസ് നേതൃത്വം തുടക്കമിട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ അധികാരത്തിൽ വരികയാണെങ്കിൽ അവരുടെ പൊതു സമീപനം എങ്ങനെയായിരിക്കും എന്നതിൻ്റെ ഒന്നാമത്തെ ഉദാഹരണമായി നമുക്ക് ഈ കാഴ്ച മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും കൊച്ചിയിലെ മനുഷ്യർ മനസ്സിലാക്കട്ടെ അവർ തെരഞ്ഞെടുത്ത ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന്, അവരുടെ ഉദ്ദേശം എന്താണെന്ന്. ഒപ്പം തന്നെ ഇന്നലെ ഒരു വാർത്ത നമ്മൾ കണ്ടതാണ്. കൊച്ചി നഗരത്തിൽ പലയിടങ്ങളിലും മാലിന്യങ്ങൾ കുന്നുകൂടി തുടങ്ങിയിരിക്കുന്നു, നാറാൻ തുടങ്ങിയിരിക്കുന്നു എന്ന വിവരങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ തോതിൽ പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട്. കൊച്ചി വീണ്ടും പഴയ കൊച്ചിയാകുന്നു എന്ന ആക്ഷേപം ഉയർന്നു വരികയാണ്. അത്തരത്തിൽ ആ പഴയ മോശപ്പെട്ട നാളുകളിലേക്ക് കൊച്ചി നഗരം തിരിച്ചു പോവുകയാണെങ്കിൽ അത് ഏറ്റവും സങ്കടകരമാകും നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ച്. കാരണം ഒരുപാട് ആളുകൾ കേരളത്തിൻ്റെ പുറത്തുനിന്നും രാജ്യത്തിന് പുറത്തുനിന്നും അടക്കം എത്തുന്ന ഒരു മഹാനഗരം കൂടിയാണ്. ആ നഗരം അതിൻ്റെ എല്ലാ മോശക്കേടുകളിലേക്കും മടങ്ങിപ്പോവുകയാണെങ്കിൽ അത് വലിയ നാണക്കേട് തന്നെ സൃഷ്ടിക്കും. കൊച്ചിയിലെ മനുഷ്യർ മനസ്സിലാക്കട്ടെ തങ്ങൾ തെരഞ്ഞെടുത്ത ഭരണസമിതി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന്.